ഇത് നമ്മുടെ അനിൽ ഭായിയാണ്, ജാക്കനിൽ. പുള്ളിയുടെ സ്റ്റാളിൽ, പയ്യന്നൂർ സ്റ്റാളിൽ വെച്ചിട്ട് നമുക്ക് ഇത് ബെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കാണിച്ചു തരികയാണ്. പറഞ്ഞോട്ടോ. ഇതിപ്പോ ഞാൻ ബഡ് ചെയ്യാൻ പോണ റൂട്ട് സ്റ്റോക്ക്. ഇത് ഏത് കൂടപ്പിലാവോ വരിക്കപ്പിലാവോ ഏതിന്റെയും വിത്തിട്ട് ഉടപ്പിച്ചതായി ഒരു മണ്ണിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഉയരത്തിലായിട്ട് ഇത് ചതുരത്തിന് കുറച്ച് തൊലി എടുത്ത് മാറ്റുക. അപ്പം അത് തൊലി എടുത്ത് മാറ്റുമ്പോഴേക്ക് വലിയ ഒരു മുറിവില്ലാത്ത രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം തൊലി ഇങ്ങനെ എടുത്ത് വയ്ക്കുക, മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇത് ബഡ് ചെയ്യാൻ പോണ കമ്പ് ഇതേപോലെ തലയും ഇലയെല്ലാം എടുത്ത് കളഞ്ഞ് ഈ രീതിയിലാണ് കൊണ്ടുവരാനുള്ളത്. അതിന് നമ്മൾ ആ തൊലി മാർക്ക് ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടെ ചെറിയ ഒരു അകലത്തിൽ വേണം ഈ തൊലി എടുക്കാനായിട്ട്. തൊലി പതുക്കെ എടുക്കുക. തൊലി എടുക്കുമ്പോഴേക്ക് ഇതിനകത്ത് ബഡ് പൊടിക്കാൻ പറ്റിയ ഒരു ജീവൻ പിടിക്കുന്ന ഒരു അരി കണ്ണ് ഉണ്ടാവണം. അതിനെണ്ണം ബഡ് കണ്ണ് തുറന്ന് അതിങ്ങനെ എടുത്ത് കൈ റെഡിയാക്കി വെച്ചു വിടതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ തൊലി എടുത്തങ്ങ് കളയുക. വളരെ സൂക്ഷിച്ച് അതിനകത്ത് കൈ ഉണ്ടെന്ന് തൊടാനൊന്നും പാടില്ല. അതിനുശേഷം പതുക്കെ ആ ഭാഗത്തേക്ക് ഇതങ്ങ് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ബഡിങ്. പിന്നെ ഈ പ്ലാസ്റ്റിക് നേരത്തെ വലിച്ചു കാണിച്ച പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് വലിച്ചു കാണിച്ചാണ് അങ്ങനെ വലിയുന്നതായിരിക്കണം. കാരണം തൈ വലുതാകുന്നതനുസരിച്ച് അത് വിട്ടുകൊടുക്കണം. ഇങ്ങനെ ഈ രീതിയിൽ ബഡ് പ്ലാസ്റ്റിക് ചുറ്റുക. പ്ലാസ്റ്റിക് ചുറ്റുന്നതിനും പ്രത്യേക ക്രമമൊന്നുമില്ല. ചില താഴ്ന്ന മേലോട്ട് ചുറ്റും, ചില മേലും താഴോട്ട് തിരിച്ചു ചുറ്റും. ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. ഈ കണ്ണ് മൂടി കെട്ടണം. ഈ കണ്ണിങ്ങനെ മൂടി കെട്ടി ഉള്ളു കെട്ടി അതിനെ കെട്ടി മേൽഭാഗത്തേക്ക് ഇത്രയും ചുറ്റിയ ശേഷം വലിച്ചിങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു 45 ദിവസം നല്ല വെയിലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. ഡെയിലി 2 നേരം നനച്ചു കൊടുക്കണം. 45 ദിവസം കഴിയുമ്പോഴേക്ക് ഈ പ്ലാസ്റ്റിക് അഴിക്കുന്ന സമയത്ത് ഈ കണ്ണിങ്ങനെ തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നാൽ കണ്ണിങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോഴത് വിജയിച്ചതാണ്. അതല്ല പ്ലാസ്റ്റിക്കിനുള്ളിൽ അഴിക്കുമ്പോഴേക്ക് കണ്ണ് കരിഞ്ഞു പോയെങ്കിൽ, അഴുകി പോയെങ്കിൽ അത് ഫെയിൽ എന്നാണ് പറയുന്നത്. അതിനുശേഷം 45 ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ, ഇനിയിപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ട് സംഭവമാണ് പറയുന്നത്, ഇതുപോലെ തന്നെ അഴിക്കുക. ഇതുപോലെ സാവധാനം 40 ദിവസം കഴിഞ്ഞ് അഴിച്ചതിന് ശേഷം പിന്നെ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഈ ബഡ് ചെയ്തതിന് ഒരു 1 ഇഞ്ച് മേൽഭാഗത്തായിട്ട് തല മുറിച്ച് കളയണം. ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ ചെയ്ത ബഡിൽ നിന്ന് പൊടിച്ചു വരും. പക്ഷേ ഈ ബഡ് ചെയ്തതിന് ശേഷം വെയിലെത്തും. ഈ തല കട്ട് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് ഷെഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തണലത്താണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ പൊടിച്ചു വന്ന തൈകളാണ് നമ്മൾ. അത് കഴിയുമ്പോഴേക്ക് തൈകൾ ആ ബഡിൽ നിന്ന് പൊടിച്ചു തന്ന തൈയാണ് ഈ കാണുന്നത്. ഓക്കെ, നന്ദി അനിൽ ഭായ്. താങ്ക് യു.